Hi friends, welcome to my channel. This is 2020 bottle art. നമ്മുടെ ബോട്ടിൽ കളക്ഷൻ വീഡിയോയിൽ എനിക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നത് ചേച്ചി ബോട്ടിൽ കളക്ഷൻ പെറുക്കുന്ന വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ്. അത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് താമസിക്കുന്നതാണ്. ഞാൻ അത് ഉടനെ ഇടാം. ഏറ്റവും കൂടുതൽ ഞാൻ അതിൽ കണ്ടൊരു ചോദ്യം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതാണോ എന്നാണ്. കല്യാണം കഴിഞ്ഞതല്ല. പിന്നെ എത്രാം ക്ലാസ്സിലാണെന്ന് ചോദിച്ചു. എംകോം കഴിഞ്ഞ് നിൽക്കുവാണ്. കുറച്ച് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നില്ലെന്നേ ഉള്ളൂ. കുറേ പേർക്കൊക്കെ അറിയാം. പിന്നെ നാട്ടുംപുറമാണ്. പിന്നെ ഇപ്പം ഞാൻ പോയി ക്ലേ ഒക്കെ വാങ്ങിയിട്ട് വന്നേ ഉള്ളൂ നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനത്തെ കടയൊന്നുമില്ല. ഇവിടെ പലചരക്ക് കട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ടൗണിൽ പോയി 2 ക്ലേ വാങ്ങി. ബ്ലാക്ക് കളറൊക്കെ തീർന്നിരിക്കുമായിരുന്നു. ബ്ലാക്ക് കളർ വാങ്ങി. അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി വന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി നമുക്ക് അത് പോയി ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിൽ വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് മെറ്റൽ കല്ലുകൾ ഒട്ടിച്ചു കൊടുക്കുക. സൈഡിലായിട്ട് ഒരു 2-3 ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് തെർമോക്കോൾ എടുത്തിട്ട് ഒരു മല പോലെ, ഒരു ചെറിയൊരു മല പോലെ തോന്നിക്കാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് അവത്തിൽ നിന്ന് കുറച്ച് തോണ്ടി ഇങ്ങനെ കളയുക. തെർമോക്കോളിനകത്ത് നിന്ന് ഓരോ ബോൾസ് പോലെയല്ലേ തെർമോക്കോൾ, അപ്പം അങ്ങനെ തട്ടി കളയുക. എന്നിട്ട് ഒരു മലയുടെ ആകൃതിയിൽ ഒരു 2-3 ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എന്തോരം വലിയ കുപ്പിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വലിപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 2-3 ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇനി നമുക്കിത് കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ മെയിനായിട്ട് 2020 എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കുപ്പിയിലേക്ക് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് മണ്ണിടിച്ചിൽ നടന്നത്, പിന്നെ ആസാമിലെ ഫ്ലഡ് നടന്നത്, പിന്നെ 2020 എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് കൊറോണയാണ്. അത് പിന്നെ ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ IPL, അതാണ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സന്തോഷമായിട്ടൊന്ന് ഈ 2020 നടന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗത്ത് മണ്ണിടിഞ്ഞ് താഴത്തേക്ക് വീഴുന്നതായിട്ട് കാണിക്കാനായിട്ട് അവിടെ കുറച്ച് കുഞ്ഞു കല്ലുകളും കൂടി വെച്ച് കൊടുക്കാം. തെർമോക്കോള് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. പക്ഷേ അത് നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിയിരിക്കുന്നില്ല കുപ്പിയുടെ ആ ഒരു ഷേപ്പ് കാരണം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കുപ്പിയിലേക്ക് പിടിക്കുന്ന ഭാഗത്തും അത് തമ്മി ഒട്ടിയിരിക്കേണ്ട സ്ഥലത്തും ഒക്കെ ഒന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് അതവിടെ ഒട്ടിയിരുന്നോളും. ഞാനൊരു ആർട്ട് ഗ്രൂപ്പിലെ അംഗമാണ്. ഗ്രൂപ്പിൻ്റെ പേര് ആക്രിക്കിട എന്നാണ്. നമ്മൾ ഇതിനു മുന്നേ ഡോക്ടേഴ്സിൻ്റെ ട്രിബ്യൂട്ടിൻ്റെ ബോട്ടിൽ ആർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ബോട്ടിൽ ആർട്ടിൻ്റെയും ഡ്രീം ക്യാച്ചറിൻ്റെയും പെൻസിൽ ഡ്രോയിങ്ങിൻ്റെയും പെൻസിൽ കർവിങ്ങിൻ്റെയും ഒക്കെ എല്ലാം മീഡിയം കൂടി ചേർത്തിട്ട് ഒരു ആർട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വർക്കാണ്. അപ്പോൾ നമ്മുടെ ഈ വർക്കിനാണ് ഫസ്റ്റ് കിട്ടിയത്. അതിൽ താഴ്ഭാഗത്ത് ക്ലേ ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് ഫെവിക്കോൾ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് കുറേ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഈർക്കിലി കുത്തി കൊടുക്കാം. കറക്റ്റ് ഗൂഗിളിൽ കണ്ട ആ ഒരു കൊറോണയുടെ ഇമേജ് നോക്കിയിട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ നോക്കിയേക്കുന്നത്. ഈർക്കിലി ഒട്ടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസ് കോട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മണ്ണിടിച്ചിലിൻ്റെ അവിടെ കളർ കൊടുക്കാം. മണ്ണിടിയുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. വെള്ളവും അഴുക്കും കൂടിയൊക്കെ ചേർന്നിട്ട് ഒരു ചെങ്കല്ല് കളറായിരിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൗണിലേക്ക് കുറച്ച് ലൈറ്റ് മഞ്ഞ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് റെഡ് കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 2-3 കോട്ട് കൊടുക്കണം. 3 കോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓറഞ്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മണ്ണിടിച്ചിലിൻ്റെ കളറ് കിട്ടും. 2020 എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ കൊറോണയ്ക്ക് മുന്നേ എൻ്റെ മനസ്സിൽ വന്ന കാര്യം മണ്ണിടിച്ചിലാണ്. അപ്പോൾ അത്രയ്ക്കും ഞങ്ങളും ഈ വെള്ളപ്പൊക്കവും അതൊക്കെ ആയിട്ട് അങ്ങനെ ദുരിതത്തിൽ കഴിയുന്നവരായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്കത് ഓറഞ്ച് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ കൊറോണയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാം. ഞാൻ ഗൂഗിളിൽ കൊറോണയുടെ ഇമേജ് നോക്കിയപ്പോൾ ഓരോ ഇമേജിലും ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കളറാണ്. അപ്പം നമുക്ക് ഏത് കളർ കൊടുത്താലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം ഒരു റോസ് കളറൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ എന്നിട്ട് നമ്മൾ 2-3 ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. പിന്നെ ഈ വിത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും ചെയ്യും. ഇപ്പം മണ്ണിടിച്ചിൽ ചെയ്യാൻ പാടാണെങ്കിൽ അവിടെ അത് ചെയ്യേണ്ട. അവിടെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതല്ല ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനി നമ്മുടെ ആ സൈഡിലെ മെറ്റൽ കല്ലിന് നമുക്കൊരു ഗ്രീൻ കളർ കൊടുത്തെടുക്കണം. കൊറോണയ്ക്ക് ആദ്യം ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കളറായിട്ട് ചെയ്തെടുക്കാം.
കൊറോണയുടെ ഒരിത് ഞാൻ വേറെ രീതിയിലൊക്കെ ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്, കറക്റ്റ് ഇമേജിലുള്ളതുപോലെ തന്നെ വരണമെന്ന്. ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി തുടങ്ങിയതാണ്. ഭാഗ്യത്തിന് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പോലെ വന്നു, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത് നമ്മൾ തെർമോക്കോൾ കുറച്ച് കുഞ്ഞതായിട്ട് ഇങ്ങനെ പിച്ചി എടുത്ത്, എന്നിട്ട് അതിന് നമുക്ക് റെഡ് കളർ കൊടുത്തെടുക്കാം. തെർമോക്കോൾ ആയതുകൊണ്ട് കളർ പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരല്പം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് എല്ലാത്തിലും പിടിച്ച് കിട്ടും. അങ്ങനെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ബേസ് കോട്ടിൻ്റെ അവിടെ ഒന്ന് മാറ്റി നോക്കാം. എനിക്ക് ഒരു കളർ കൊടുത്തിട്ട് അങ്ങോട്ടൊരു സന്തോഷം വരുന്നില്ല. ഓരോ ഇമേജ് നോക്കുമ്പം ഓരോ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എനിക്ക് തോന്നും അതാണ് ഭംഗി ഇതാണ് ഭംഗി നോക്കി 2-3 വട്ടം മാറ്റി അവസാനം ഇങ്ങനെ തന്നെ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ തെർമോക്കോൾ ഓരോ ഈർക്കിലിയുടെയും പുറത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കൊറോണയുടെ പുറത്ത് കറക്റ്റ് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ തെർമോക്കോൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും, നല്ല പെർഫെക്റ്റ് ലുക്ക് നമുക്ക് കിട്ടും. വേറെ മുത്തൊക്കെ ആണെങ്കിലും മുത്തിനൊക്കെ ഒരു റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത് കിട്ടത്തില്ല. 1-2 കുഞ്ഞ് തെർമോക്കോൾ മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലും 2-3 അവിടെ ഇവിടെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് എടുക്കണം. ഞാനിപ്പോൾ സെബോളിൻ്റെ എടുത്തേക്കുന്നത്, ഈ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആസാമിലെ ഫ്ലഡാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. പേപ്പർ കൊണ്ട് നമ്മൾ ഇതുപോലത്തെ 2 കുഞ്ഞു വീടുണ്ടാക്കണം. ഇതെന്നാന്ന് വെച്ചാൽ ഒന്ന് മണ്ണിടിച്ചിലിൻ്റെ മേളിൽ വെക്കാനും ഒന്ന് ആസാമിലെ വെള്ളപ്പൊക്കത്തിനകത്ത് വെക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 കുഞ്ഞു വീട് നമ്മൾ ഉണ്ടാക്കുക. അതിനൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്താണെങ്കിലും മണ്ണിടിച്ചിലിൻ്റെ സമയത്താണെങ്കിലും വീടുകളൊക്കെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന കളറായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കളറിൽ ആക്കിയെടുത്തിട്ട് അതിനുള്ളിൽ മെഴുകുരുക്കി ഒഴിച്ചിട്ട് അതിനുള്ളിലേക്ക് ഈ വീട് ഇറക്കി വെച്ചേക്കുവാണ് ചെയ്തേക്കുന്നത്. മെഴുകിപ്പോൾ ഉണങ്ങി വരുന്നുണ്ട്. അതിലേക്കൊരു മുത്ത് പോലെ ഒരു നീളത്തിലുള്ളൊരു മുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെഴുക് ഒട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വെള്ളമാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ടുള്ള നമ്മുടെ പുല്ല്, ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ മരമൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുമല്ലോ, പോള, അതുമൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പോഞ്ചും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളപ്പൊക്ക സമയത്തൊക്കെ അഴുക്ക് വെള്ളമാണല്ലോ, അപ്പോൾ ആ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് സൈഡിലൊക്കെ കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു സെബോളിൻ്റെ ടോപ്പാണെന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റിലും ക്ലേ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനും ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുഞ്ഞി കല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പാണെന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോരം ഒറിജിനാലിറ്റി വരുത്താൻ പറ്റുമോ അത്രയൊക്കെ ചെയ്ത് കൊടുക്കാം. മണ്ണ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. 2 വീട് ഉണ്ടാക്കിയതിൽ ഒരു വീട് നമ്മൾ ഫ്ലഡിനകത്ത് വെച്ചു, ഒന്ന് മണ്ണിടിച്ചിലിൻ്റെ മേളിൽ അതിങ്ങനെ വീടിപ്പോൾ മണ്ണിടിച്ചിലിൽ താഴത്തേക്ക് ഒലിച്ച് വരും അങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ ഒന്ന് ചരിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ IPL ബോട്ടിൽ ആർട്ട് നമ്മൾ ചെയ്ത ആ കുപ്പി എൻ്റെ കയ്യിലിരുന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അതിനകത്ത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരുന്ന ബാറ്റും ബോളും ട്രോഫിയൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തേക്കുന്ന സൈഡിൽ. പക്ഷേ അതിന് കളർ മാറ്റിയിട്ടുണ്ട്. നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് IPL മുംബൈ ഇന്ത്യൻസ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മുംബൈ ആണ് വിൻ ചെയ്തത്. 2020 കാര്യമല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ അതിന് ബ്ലൂ ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. കളറൊക്കെ മുംബൈ ഇന്ത്യൻസിൻ്റെ ബ്ലൂ കളർ ആയതുകൊണ്ട്. ഇനി നമ്മുടെ ആസാം ഫ്ലഡ് നമുക്കൊന്ന് മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു വലിയ മാസ്ക് എടുത്തിട്ട് അവത്തിൽ നിന്ന് തന്നെ നമ്മളൊരു കുഞ്ഞു മാസ്ക് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊറോണയുടെ മുകൾ ഭാഗത്തായിട്ട് ഈ മാസ്ക് ഒന്ന് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ചിലപ്പോൾ ഒരാൾക്ക് ഇത് കാണുമ്പോൾ മണ്ണിടിച്ചിലാണ്, ആസാം ഫ്ലഡാണെന്ന് തോന്നിയെന്ന് വരത്തില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് വരത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ ആസാമെന്ന് ക്ലേ വെച്ചിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് മേളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2020 നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രോഫിയുടെ മുകളിൽ MI എന്ന് എഴുതിയിട്ടുണ്ട്, മുംബൈ ഇന്ത്യൻസ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മണ്ണിടിച്ചിലിൻ്റെ താഴത്തായിട്ട് ലാൻഡ് സ്ലൈഡ്സ് ഒന്നും ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ബോട്ടിൽ ആർട്ടിൽ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ 2020 എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. സൈഡിൽ ആ ഒരു ഗ്രീൻ കളറിലെ കല്ല് വെച്ചിരിക്കുന്നത് കേരളത്തിൽ മണ്ണിടിച്ചിൽ, നമ്മുടെ ആ ഒരു കേരളം എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറാണല്ലോ മനസ്സിലായി, അപ്പോൾ അതാണ് അങ്ങനെ അവിടെ കൊടുത്തേക്കുന്നത്.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഞാനൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതൊരു കോൺടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തീമെന്ന് പറയുന്നത് 2020 ഇൻ യുവർ വ്യൂ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ 2020 എങ്ങനെയാണെന്ന് ആർട്ടിലൂടെ നമ്മൾ പറയുക എന്നുള്ളതായിരുന്നു ആ ഒരു കോൺടെസ്റ്റ്. എനിക്ക് ഏറ്റവും ഡൗട്ട് എനിക്ക് ആസാം ഫ്ലഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കാതെ എങ്ങനെ വെള്ളം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പാട്. നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴുകുന്ന പോലെയൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിക്കാം. ഇതിങ്ങനെ ചെയ്യാൻ എനിക്ക് ശരിയാകുമെന്ന് ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമായ ഒരു വർക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ്